നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്ട്രൈക്കറായിട്ട് ഹൂലിയൻ അൽവാരസ്, ഇരു പാർശ്വങ്ങളിലായിട്ട് കിച്ച കവാറസ്കേലിയയും ലാമിനെ യമാലും. വാവ്, ഒരു ഡ്രീം ടീം. അതാണ് ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടീം ഓഫ് ദി വീക്ക്. കഴിഞ്ഞ മിഡ് വീക്കിൽ നടന്ന സൂപ്പർ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടു. അതിൽ നിന്ന് യുവേഫ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. FC ബാഴ്സലോണയിൽ നിന്ന് ഒരേ ഒരു താരമേ ഉള്ളൂ, അത് ലാമിനെ യമാലാണ്. അതേസമയം അവരെ പരാജയപ്പെടുത്തിയ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് 2 പേരുണ്ട്. അത് ഹൂലിയൻ അൽവാരസും അതുപോലെ തന്നെ നോർമൻഡുമാണ്. ബയേണിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 3 താരങ്ങളുണ്ട്. മികച്ച പ്രകടനമാണ് അവർ റയലിനെതിരെ നടത്തിയിരുന്നത്. ന്യൂയർ ഉണ്ട്, സ്റ്റാനിസിച്ച് ഉണ്ട്, അതുപോലെ കിമ്മിച്ച് ഉണ്ട്. പിന്നെ PSG മികച്ച പ്രകടനം നടത്തി വിജയിച്ച ടീമാണല്ലോ. അവർക്ക് അവരുടെ താരങ്ങൾ കിച്ച കവാറസ്കേലിയയും ജാവോ നവോസും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ച ആഴ്സണലിൽ നിന്ന് ഹാവേർട്സ് മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അവരോട് തോറ്റ സ്പോർട്ടിങ്ങിൽ നിന്ന് അവരുടെ അറൗഹോ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ നോക്കിയാണ് എങ്ങനെയാണ് ഈ ഒരു സ്ക്വാഡെന്ന്. പ്ലേയിങ് എന്ന് പറയുക ടീം ഓഫ് ദി വീക്ക് എന്ന് ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂയർ. പ്ലെയർ ഓഫ് ദി വീക്ക് പുരസ്കാരവും അദ്ദേഹത്തിനായിരുന്നല്ലോ. അങ്ങ് സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് 9 സേവുകളാണ് 40കാരൻ നടത്തിയത്. ഏതായാലും ബയൺ മ്യൂണിക്കിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച മാനുവൽ ന്യൂയറാണ് ഗോൾ കീപ്പർ. ഡിഫൻസിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നോർമൻഡ് ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ PSG നമ്മൾ നേരത്തെ 2 പേരെന്ന് പറഞ്ഞ് PSG 3 പേരുണ്ട്. സെൻറ്റർ ബാക്കായിട്ട് മാർക്കിഞ്ഞോസ് കൂടിയുണ്ട്. സോ മാർക്കിഞ്ഞോസും നോർമൻഡുമാണ് സെൻറ്റർ ബാക്കുമാർ. ഇരു പാർശ്വങ്ങളിലായിട്ട് സ്പോർട്ടിങ്ങിൻ്റെ അറൗഹോയും അതുപോലെ ബയൺ മ്യൂണിക്കിൻ്റെ സ്റ്റാനിസിച്ചും ഉണ്ട്. പിന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ PSG ജാവോ നവസ്, അതുപോലെ തന്നെ ബയേണിൻ്റെ കിമ്മിച്ച്, പിന്നെ ആഴ്സണലിൻ്റെ ഹാവേർട്സ്. മുന്നേറ്റത്തിലെ ഇരു പാർശ്വങ്ങളിലായിട്ട് PSG കിച്ച കവാറസ്കേലിയ, FC ബാഴ്സലോണയുടെ ലാമിനെ യമാൽ, സ്ട്രൈക്കറായിട്ട് ഹൂലിയൻ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ആഫ്രിക്കി ഗോളൊക്കെ അടിച്ച് വീണ്ടും ഫോമിൽ നിൽക്കുന്ന താരമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ സ്ട്രൈക്കർ. ഏതായാലും ഈ ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.